ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു നമ്മുടെ ചിക്കൻ ആൽഫ്രെഡോ പാസ്തയായിട്ട്, അല്ലെങ്കിൽ ഇതിനെ വൈറ്റ് സോസ് പാസ്ത എന്നും പറയും. ഇതിൻ്റെ ഫ്ലേവറില്ലേ, എന്താ പറയുക, നെക്സ്റ്റ് ലെവലാണ്. നല്ല ക്രീമി, നല്ല റിച്ച് ഫ്ലേവർ, ചീസി ഫ്ലേവറാണ്. അപ്പോൾ ഞാനിത് 2 സ്റ്റേജായിട്ട് ഉണ്ടാക്കുന്നു. ഒന്ന് ഞാൻ ബേക്ക് ചെയ്തുണ്ടാക്കും, പിന്നെ ഒന്ന് ആസ് ഇറ്റ് ഈസ് സെർവ് ചെയ്യുന്നുണ്ട്. ഏതായാലും ടേസ്റ്റ് ലെവൽ നെക്സ്റ്റ് ലെവലാട്ടോ. അപ്പോൾ ചിക്കൻ പാസ്ത ആയതുകൊണ്ട് നമുക്ക് ആദ്യം ചിക്കൻ മാരിനേഷൻ ചെയ്യാം. ചിക്കൻ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ട് ചെറിയ പീസസായി കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് നമ്മുടെ സോയ സോസും റെഡ് ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസ്, ഷേസ്വാൻ സോസ്, എല്ലാം ചൈനീസ് സോസസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് പെപ്പർ പൗഡറും, എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തൊരു ഹാഫ് ആൻ അവർ വെക്കണം. ഹാഫ് ആൻ അവർ കഴിഞ്ഞ് ഒരു സോസ് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഞാനൊരു 5 to 6 ഗാർലിക് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്തിട്ട് ചിക്കൻ ഒരു 5 to 10 മിനിറ്റ്സിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഓപ്പൺ ചെയ്തിട്ട് നല്ലപോലെ അതിനെ കുക്ക് ചെയ്യണം. എന്നിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു 15 മിനിറ്റ്സ് അടച്ച് വെച്ചിട്ട് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ അന്നേരത്തേക്ക് നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. പിന്നെ ഇനി ഞാൻ ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കുക്ക് ചെയ്യും, കാരണം ഇതിനകത്ത് കുറച്ചൊന്ന് ഡ്രൈ ആവാനുണ്ട്. അപ്പോൾ ഇതിനെ ഡ്രൈ ആക്കാൻ വേണ്ടി ഒരു ഓപ്പൺ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്യും. അന്നേരത്തേക്ക് ഞാൻ പാസ്ത ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ പാസ്ത നമ്മുടെ ബോയിലായിട്ടുണ്ട്. ബോയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപ്പ് മാത്രം ഇട്ട് വെച്ചേക്കുന്നത്, ഓയിൽ ഒഴിച്ചിട്ടില്ല. എന്നിട്ട് ഈ ബോയിൽ ചെയ്ത വെള്ളമില്ലേ, ഇത് കളയരുത്. ഇത് നമുക്ക് പിന്നെ സോസ് ഉണ്ടാക്കാൻ ആവശ്യം വരും. ഈ വെള്ളം യൂസ് ചെയ്താലില്ലേ നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടും. ഇതിനകത്ത് ആ സ്റ്റാർച്ച് ഇല്ല, നല്ല കൺസിസ്റ്റൻസി വരും നമുക്ക്. അപ്പോൾ ചിക്കൻ ഇവിടെ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ്, ഞാൻ റെഡ് ബെൽ പെപ്പറും ക്യാപ്സിക്കമും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രോക്കലിയോ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിനെ ഒരു 2 മിനിറ്റ്സ് സോട്ടേ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യുന്നുണ്ട്. മൈദ ആഡ് ചെയ്യുമ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു 2 മിനിറ്റ്സ് നല്ലപോലെ സോട്ടേ ചെയ്യണം. അന്നേരത്തേക്ക് ആ മൈദ ഒന്ന് നല്ലപോലെ കുക്കാവും, ചിക്കനിലൊക്കെ ഒന്ന് കോട്ട് ആവുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി ആയിട്ട് ഒഴിച്ച് കൊടുക്കണം, എല്ലാം കൂടെ ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത്, സോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഞാൻ ഓർഗാനോ, ചില്ലി ഫ്ലേക്സ്, പെപ്പർ പൗഡർ ഒരു ഹാഫ് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ കുക്കായി കഴിയുമ്പോൾ അതിനകത്തേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റേജിൽ ഞാൻ റിയലൈസ് ചെയ്തത് ഈ പാത്രം ശരിയാവുന്നില്ല, എനിക്കിത് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പാത്രം മാറ്റി വേറെ ഒരു ഡീപ്പ് വെസലിനകത്തേക്ക് എടുത്ത് ട്രാൻസ്ഫർ ചെയ്ത്, എന്നിട്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് പാസ്ത ബോയിൽ ചെയ്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വെള്ളം നിങ്ങൾക്ക് നിങ്ങളുടെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് എത്ര വേണം അതനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് അത് ബോയിലായി കഴിയുമ്പം നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് ഒരു മൊസറേല ചീസും പിന്നെ ചെഡാർ ചീസിൻ്റെ സ്ലൈസസ് ഉണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുത്തത്. പ്രോസസ്ഡ് ചീസ് ആയാലും അല്ലെങ്കിൽ ചീസ് ക്യൂബ്സ് ആയാലും കുഴപ്പമില്ല. പിന്നെ സോൾട്ട് ഈ സ്റ്റേജിൽ അഡ്ജസ്റ്റ് ചെയ്തോണം. ഞാൻ കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മൈക്രോവേവ് സേഫ് ഒരു പാത്രത്തിനകത്തേക്ക് ഇത് വെച്ചിട്ട് മൈക്രോവേവ് ഞാൻ ഒരു സൈഡിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മൈക്രോവേവ് സേഫ് പാത്രത്തിനകത്ത് ഇത് വെച്ചിട്ട് നല്ലപോലെ മുകളിൽ മൊസറേല സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, മൊസറേല ചീസ്. പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ഏതാ സീസണിങ് വേണ്ടി, അത് ഞാനിവിടെ ഒറിഗാനോ മാത്രമേ സീസൺ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സോ പെപ്പർ പൗഡറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മുകളിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നമുക്കൊരു 15 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാമേ. സൂപ്പർ ടേസ്റ്റായി. ഇങ്ങനെ ബേക്ക് ചെയ്ത് കഴിച്ചാലും അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ സെർവ് ചെയ്താലും ഇതിൻ്റെ ടേസ്റ്റ് നെക്സ്റ്റ് ലെവലാണ്. നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കി ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.